ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം അരിക്കുള്ള വെള്ളം വെച്ച് തിളച്ച് വന്നപ്പം അരിയൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ ചിയാ സീഡാണ് ഇത്. ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് കുടിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. നമ്മളെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ തക്കാളിക്കറിയാണ് മക്കൾസിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ മീൻ കറി ഇട്ടുവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വറുക്കാനും കൂടി മാറ്റി വെച്ചാണ്. പിന്നെ മീൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഒരു നോർമലി മീൻ കറിയാണ്. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പുളിവെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണേ. കാരണം അങ്ങനെ ഞെരടി എടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ വെന്ത് ഇപ്പോഴത്തേക്ക് ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് പിന്നെ നമ്മളൊന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പം കറി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും പുട്ടിൻ്റെ പൊടിയും ഒന്ന് റെഡിയാക്കി വെച്ചിന്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്ലേസ് വരുന്നത് കൊയിലാണ്ടിയാണ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഹാർബറിൻ്റെ അടുത്തായതുകൊണ്ട് മീനൊക്കെ ഫ്രഷായിട്ട് കിട്ടും. പിന്നെ ഉപ്പ ബോട്ടിൽ പോകുന്നതുകൊണ്ട് മീനൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അങ്ങനെ പിന്നെ കറിയൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ട് കടുകും കൂടി പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടണേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറവിട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആ ചട്ടിയിൽ തന്നെ നമ്മൾ തക്കാളിക്കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കടുക് ഇട്ടിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി വെന്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തന്നെ. തക്കാളിക്കറിയൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ കൊടുത്തയക്കുമ്പോൾ കൂട്ടും. വീട്ടിൽ നിന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടില്ല. അവർക്ക് മീനാണ് ഏറ്റവും ഇഷ്ടം. മീൻ തന്നെ മുള്ളില്ലാത്ത നല്ല മീനുകളൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ പുട്ടും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിരട്ടപ്പുട്ടാണ്. കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിരട്ടപ്പുട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ മീനും കൂടി ഒന്ന് ഫ്രൈ ആക്കുകയാണ്. ലഞ്ചിന് കൊടുത്ത് വിടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് മീനും ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ന്യൂ യൂട്യൂബറാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അങ്ങനെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുട്ടും അപ്പോഴത്തേക്കും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ക്ലീനിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി. പിന്നെ ക്ലീനിങ് ആണ്. അങ്ങനെ അലക്കാനും വേണ്ടിയിട്ട് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അലക്കൽ മെഷീനിലായതുകൊണ്ട് പിന്നെ നോർമലി നടന്നോളൂ. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകിയെടുക്കാനും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം ഈ ഒരു ശരാശരി ഒരു വീട്ടമ്മേൻ്റെ ഒരു 4-5 മണിക്കൂർ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഒരു 4 മിനിറ്റിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തെ കാര്യങ്ങളൊക്കെ മോളാണ് തുടക്കലും കാര്യങ്ങളൊക്കെ അവിടെ അവളും ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങൾ എന്താ ചായയൊക്കെ കുടിച്ച് എൻ്റെ ഇടയിൽ അലക്കിയതൊക്കെ ഒന്ന് ആറിയിട്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.